സോ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ നമുക്ക് സ്മൂത്തായിട്ട് സ്ലോ മോഷൻ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് തമ്പനിയിലാണ്ടാൽ തന്നെ മനസ്സിലാവും അതേമാതിരിയുള്ള വീഡിയോ ഒക്കെ എങ്ങനെയാണ് സ്ലോ മോഷൻ ആക്കണത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാ റീൽസിലൊക്കെ കാണാറുണ്ട് ഓരോ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ഫുട്ബോൾ വീഡിയോസും അതേമാതിരി തന്നെ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ വീഡിയോസൊക്കെ സ്മൂത്തായിട്ട് സ്ലോ മോഷൻ ചെയ്തിട്ട് എഡിറ്റൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് എന്നാണ് ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യണത് എന്താ വെച്ചാൽ, നമ്മൾ ഇൻഷോട്ടിൽ കൈൻ മാസ്റ്ററിലൊക്കെ ഇട്ട് നമ്മൾ സ്ലോ മോഷൻ ആക്കുകയാണെങ്കിൽ ഒരു സ്റ്റെക്കായിട്ട് ആയിരിക്കും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ ഒരു വീഡിയോ കാണാം, ഇതൊരു സാധാ നോർമൽ വീഡിയോ ആണ്. ഇത് നമുക്ക് സ്മൂത്തായിട്ട് സ്ലോ മോഷൻ ആക്കാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇൻഷോട്ടിലാണ് പൊതുവേ നമ്മൾ ആക്കാറ്. അപ്പോൾ അങ്ങനെ ആക്കുമ്പോഴാണ് ആ ഒരു സ്റ്റെക്ക് ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്മൂത്തായിട്ട് തന്നെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ ആണ് ഞാൻ സ്മൂത്തായിട്ട് സ്ലോ മോഷൻ ആക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ആപ്പാണ്, സ്മൂത്ത് ആക്ഷൻ ക്യാം സ്ലോമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് പ്ലേ സ്റ്റോറിൽ ഉണ്ട്, ഞാൻ അതിൻ്റെ ലിങ്ക് എന്തായാലും താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ആ വീഡിയോ ചൂസ് ചെയ്യുക. ഇനി നിങ്ങളിവിടെ ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങളവിടെ ആ സെറ്റിങ്സിൻ്റെ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ വരും. അവിടെ നിങ്ങൾ മോഷൻ ഇൻ്റർപോലേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഐ അണ്ടർസ്റ്റാൻഡ് കൊടുക്കുക. അതിനുശേഷം അഡ്വാൻസ്ഡ് ഓപ്ഷനിൽ പോയി നിങ്ങൾക്ക് ഇതൊക്കെ മാറ്റാൻ പറ്റും. എത്ര FPS വേണം അതൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ എല്ലാം ഇതാക്കിയിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് സേവ് സെറ്റിംഗ് കൊടുക്കുക. ഇനി നിങ്ങൾ ജസ്റ്റ് ആ ഒരു ബട്ടൺ നിങ്ങൾ താഴേക്ക് കൊണ്ടുവരിക, സ്ലോ ആക്കി വിടുക. ഒരു 38 അവിടെ ഗ്രീൻ ലൈറ്റ് കത്തിയാലാണ് ഒരു സ്മൂത്ത് എന്ന് അർത്ഥം. അവിടെ റെഡ് ലൈറ്റൊക്കെ എത്തിയ വീഡിയോയ്ക്ക് അത്ര അവിടെ സ്മൂത്ത് ഉണ്ടാവില്ല. ഞാൻ 38 റെൻഡറിങ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എക്സ്പോർട്ടിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല ടൈം എടുക്കും. ചിലപ്പോൾ ഇപ്പോൾ ലോങ് വീഡിയോ, അതായത് ഇപ്പോൾ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് വീഡിയോ, അപ്പോൾ 10 മിനിറ്റ് വീഡിയോ അങ്ങനെയൊക്കെ നിങ്ങൾ ഇതേമാതിരി സ്ലോ മോഷൻ ആക്കുന്നുണ്ടെങ്കിൽ നല്ല ടൈം എടുക്കും. ഇപ്പം ഞാനത് സ്കിപ്പ് ചെയ്തതാണ്, ഞാനത് ജസ്റ്റ് സ്കിപ്പ് ചെയ്തതാണ്. അത് നല്ല ടൈം എടുക്കും, ചിലപ്പോൾ ഒരു ദിവസമൊക്കെ എടുക്കും. നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോയതിന് ശേഷം നിങ്ങൾ ഓണാക്കി വെച്ചിട്ട് രാവിലെ എണീച്ച് നോക്കുമ്പോഴേക്കും ശരിയാവും. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ ഒരു വീഡിയോ, ആ ഒരു സ്ലോ മോഷൻ്റെ സ്മൂത്ത്നെസ് നിങ്ങൾക്ക് കാണാം. സ്മൂത്തായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്ലോ മോഷൻ അതിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടാനും അതേമാതിരി കുറയ്ക്കാനും പറ്റും. ഒരുപാട് സ്ലോ ആക്കുകയാണെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ആക്കാം, അല്ലെങ്കിൽ ഫാസ്റ്റ് ആക്കുകയാണെങ്കിൽ അതും ആക്കാം. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം സ്മൂത്തായിട്ട് തന്നെ ആ സ്ലോ മോഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വീഡിയോസൊക്കെ, സാധാരണ നോർമൽ വീഡിയോസൊക്കെ സ്മൂത്തായിട്ട് സ്ലോ മോഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നന്ദി.